പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആധുനിക യുഗത്തിൽ നമ്മളിന്ന് നിരവധിയായിട്ടുള്ള AI ടൂളുകൾ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് PPT, അതായത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ചെയ്യുവാൻ വേണ്ടി ഏറ്റവും നല്ലൊരു AI ടൂളാണ് ഗാമ. തിരിച്ചൽക്കായിട്ട് നല്ലൊരു സെർച്ച് എൻജിനാണ് ക്ലോഡ്. ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്ന മറ്റൊരു നല്ലൊരു AI ടൂളാണ് ജെമിനി. കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന മറ്റൊരു നല്ല ടൂളാണ് മെജിസ്റ്റേറിയം. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുവാൻ നല്ല ടൂളാണ് ക്യാൻവ. അങ്ങനെ വിരൽ തുമ്പിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന നിരവധി സാങ്കേതിക വിദ്യകൾ ലഭ്യമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ തൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്കായിട്ട് ഈ ടൂളുകളെ ആശ്രയിക്കുമ്പോൾ മാനവകുലത്തിൻ്റെ ആത്മരക്ഷയ്ക്ക്, ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കായിട്ട് ദൈവം നൽകിയ ഏറ്റവും നല്ല, ഏറ്റവും ചെലവ് കുറഞ്ഞ, ഏറ്റവും എഫക്റ്റീവായ ഒരു ടൂളാണ് ദൈവവചനം. ഈ വിശുദ്ധ ഗ്രന്ഥം, ഈ ബൈബിളാണ് മാനവകുലത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൂൾ. AI ടൂൾ എന്ന് പറയാം, ആത്മീയ ഇൻ്റലിജൻസ് ടൂൾ. അതായത് മാനവകുലത്തിന് വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് ആത്മീയ ഇൻ്റലിജൻസ് ടൂളാണ് വിശുദ്ധ ബൈബിൾ. ഈ ആത്മീയ ഇൻ്റലിജൻസ് ടൂളിനെ കുറിച്ചാണ് ഇന്നത്തെ വായനകൾ നമ്മോട് സംസാരിക്കുന്നത്. ഈ ആത്മീയ ഇൻ്റലിജൻസ് ടൂളായ ദൈവവചനത്തെക്കുറിച്ചും ആ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കുകയാണ് യെശയ്യാ 55, 10 മുതൽ 11 വരെയുള്ള വചനത്തിൽ. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കുവാൻ വേണ്ടി വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായിട്ട് അത് തിരിച്ചു വരില്ല. ദൈവം നൽകുന്ന മനോഹരമായിട്ടുള്ള വാഗ്ദാനവും ഒപ്പം അവിടുത്തെ ദൈവവചനത്തിൻ്റെ ശക്തിയും ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ഇന്ന് കേരളത്തിലെ സഭയും സമൂഹവും പലവിധ ആകുലതകളിലൂടെയാണ് കടന്നു പോകുന്നത്. തീരദേശ ജനതയുടെയും ഹൈ റേഞ്ച് കർഷകരുടെയും ദുരിതങ്ങൾ, മുനമ്പം പോലുള്ള പ്രദേശങ്ങളിലെ ഭൂമി അവകാശ തർക്കങ്ങൾ, യുവാക്കളുടെ വിദേശ കുടിയേറ്റം മൂലം ഇടവകളിൽ അനുഭവപ്പെടുന്ന ശൂന്യത, വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗങ്ങൾ, ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട തൊഴിൽ പ്രതിസന്ധി, കോറെ ഹെൽത്ത് ഇൻഫോടെക് സ്ഥാപനം കേരളത്തിലെ പ്രവർത്തനങ്ങൾ അടച്ചുപൂട്ടിയത് മൂലം 800 പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. വയനാട്ടിലെ കള്ളാടിയിൽ മണ്ണിടിച്ചിൽ മൂലം ഭീതി പടർത്തുന്ന പ്രകൃതി ദുരിതങ്ങൾ, പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി, ഇറാനെതിരെ അമേരിക്കയുടെ ആക്രമണത്തിൽ നിരവധി പേര് കൊല്ലപ്പെട്ടു. ഇത്തരം പ്രതിസന്ധികളുടെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവയെല്ലാം നമ്മെ നിരാശപ്പെടുത്താം. എന്നാൽ വചനം പറയുന്നു, ദൈവത്തിൻ്റെ പദ്ധതി പരാജയപ്പെടില്ല. വചനം ഒരു വിത്ത് പോലെയാണ്, മണ്ണിൽ ഒളിഞ്ഞിരിക്കുമ്പോൾ അത് മരിച്ചതുപോലെ തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് അത് വലിയ വിളവായി മുളച്ചു പൊങ്ങും. ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. ജെറമ്യാ 29:11 നമ്മൾ വായിക്കുകയാണ്, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി. ഓർക്കാം, ഇത്തരം പ്രതിസന്ധികളുടെ മധ്യേ നമ്മെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതിനാൽ തന്നെയാണ് അവിടുന്ന് ഇപ്രകാരം അരുൾ ചെയ്യുന്നത്. ലൂക്ക 12:7, നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. വീണ്ടും അവിടുന്ന് വചനത്തിലൂടെ അരുൾ ചെയ്യുന്ന മത്തായി 6:26 മുതൽ 27 വരെയുള്ള വചനത്തിൽ, ആകാശത്തിലെ പക്ഷികൾ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ?
ഈ വചനങ്ങളോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വചനമാണ് 1 പത്രോസ് 5:6. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉൾക്കണ്ണുകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധാലുവായ കരുതലുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആയതിനാൽ ഒന്നിനും ഭയപ്പെടുകയോ ആകുലപ്പെടുകയോ ചെയ്യുവാൻ പാടില്ല. അവിടുന്ന് നമ്മുടെ വലതുഭാഗത്തുണ്ട്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നമ്മെ പരീക്ഷിക്കുവാൻ, നമ്മെ വഴി നടത്തുവാൻ. ഇതിനെല്ലാം അടിസ്ഥാന കാരണം അവിടുന്ന് വചനത്തിലൂടെ പറയുന്നു. ദൈവവചനം ഫലദായകമാണ്. ഈ വചനം ഫലദായകമാകുവാൻ കാരണം വചനം ദൈവമാണ്, ദൈവം തന്നെയാണ്. യോഹന്നാൻ 1:1 മുതൽ 4 വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതായത് ദൈവവചനം മാംസം ധരിച്ചതാണ് ക്രിസ്തു. അതേ ദൈവവചനത്തിൻ്റെ ലിഖിത രൂപമാണ് വിശുദ്ധ ബൈബിൾ. കത്തോലിക്ക ദൈവശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഏറ്റവും കൃത്യമായ നിർവചനം എന്നത് ദൈവവചനത്തിൻ്റെ ദൈവ പ്രചോദിതമായിട്ടുള്ള ലിഖിത രൂപമാണ് വിശുദ്ധ ബൈബിൾ. കാരണം കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവാണ് ദൈവത്തിൻ്റെ പരിപൂർണ വചനമെന്നാണ്. ആയതിനാൽ ബൈബിൾ ആ ദൈവവചനത്തിൻ്റെ ദൈവ പ്രചോദിതമായിട്ടുള്ള ലിഖിത രൂപമാണ്. ഈ വിശുദ്ധ ബൈബിൾ നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യരിലൂടെ ദൈവം എഴുതിയ സ്നേഹക്കത്താണ്. ബൈബിളിൻ്റെ രൂപീകരണത്തിന് പ്രധാനമായിട്ട് 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തതാണ് വാമൊഴി പാരമ്പര്യം. ദൈവത്തിൻ്റെ ഇടപെടലുകൾ മനുഷ്യർ അനുഭവിക്കുകയും അത് തലമുറകളിലേക്ക് വാമൊഴിയായിട്ട് പകർന്നു നൽകുകയും ചെയ്തു. രണ്ടാമത്തതാണ് ലിഖിത രൂപം, റിട്ടൺ ട്രഡീഷൻ. കാലക്രമേണ ഈ അനുഭവങ്ങൾ പനയോലകളിലും ചർമ്മ കഷ്ണങ്ങളിലും രേഖപ്പെടുത്തുവാൻ തുടങ്ങി. BC 1500 മുതൽ AD 100 വരെയുള്ള കാലഘട്ടങ്ങളാണ് ഇതിലെ വിവിധ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത്. മൂന്നാമത്തെ ഘട്ടമാണ് കാനോൻ നിർണയം. ഏതൊക്കെ പുസ്തകങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ദൈവപ്രേരിതമായിട്ട് എഴുതപ്പെട്ടതെന്ന് സഭ തിരിച്ചറിഞ്ഞ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച പ്രക്രിയയാണത്. AD 393 ഹിപ്പോ കൗൺസിലും തുടർന്ന് കാർത്തേജ് കൗൺസിലും വളരെ പ്രധാനമായിട്ട് 1546 ട്രെൻഡ് കൗൺസിലുമാണ് ഇന്ന് നമ്മൾ കാണുന്ന 73 പുസ്തകങ്ങൾ അടങ്ങുന്ന, അതായത് പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും കാനൂനികമായിട്ട് സഭ അംഗീകരിച്ചതും സ്ഥിരീകരിച്ചതും. അപ്പോസ്തലിക പാരമ്പര്യവും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമായിരുന്നു ഇതിന് ആധാരം. സഭ എപ്പോഴും ദൈവവചനത്തിന് പരമപ്രധാനമായിട്ടുള്ളതാണ് സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണ രേഖകളൊന്നായിട്ടുള്ള ദൈവവർബം, ദൈവവചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു. 21-ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവ് അത്യന്തം സ്നേഹത്തോടെ തൻ്റെ മക്കളെ കണ്ടുമുട്ടുകയും അവരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 131-ാം ഖണ്ഡിക നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥങ്ങളിലേക്കുള്ള പ്രവേശനം വിശ്വാസികൾക്ക് പരമാവധി വിശാലമായിട്ട് തുറന്നു കൊടുക്കണം. വചനം വായിക്കാത്ത ഒരു ക്രൈസ്തവ ജീവിതം പൂർണ്ണമല്ല. വചനത്തെ സ്നേഹിച്ച, വചനമായി ജീവിച്ച വിശുദ്ധരിലേക്ക് നോക്കിയാൽ ഈ ആത്മീയ ടൂള് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ബൈബിൾ ലത്തീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വിശുദ്ധ ജെറോം പ്രഖ്യാപിച്ചു, വിശുദ്ധ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. നമ്മൾ ബൈബിൾ തുറക്കാതിരുന്നാൽ നമ്മൾ ക്രിസ്തുവിനെ അറിയാതെ പോകും. പാപപൂർണമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന വിശുദ്ധ അഗസ്ത്യനെ വിശുദ്ധനാക്കി മാറ്റിയ വചനമാണ് എടുത്തു വായിക്കുക എന്ന അശരീരി കേട്ട് അദ്ദേഹം റോമാക്കാർക്ക് എഴുതിയ ലേഖനം തുറന്നു വായിച്ചു. ആ നിമിഷം അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിഞ്ഞു. അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച കത്തുകളാണ്. അസീസിൽ വിശുദ്ധ ഫ്രാൻസിസ് സുവിശേഷം കേട്ടയുടനെ തൻ്റെ സകല സമ്പത്തും ഉപേക്ഷിച്ച് വചനം അക്ഷരാർത്ഥത്തിൽ ജീവിച്ച വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ വചനം കേവലം അറിവല്ല, മറിച്ച് ജീവനായിരുന്നു. ഈ വിശുദ്ധരെ പോലെ നമ്മുടെ ജീവിതത്തിലും ഈ AI ടൂൾ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആത്മീയ ഇൻ്റലിജൻസ് ടൂൾ.
കമ്പ്യൂട്ടറിലെ AI ടൂളുകൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ശരിയായ പ്രോംപ്റ്റ് നൽകണം. അതുപോലെ ബൈബിളാകുന്ന ആത്മീയ ടൂൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ വചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഇടം നൽകണം. ഇന്നത്തെ സുവിശേഷം വ്യക്തമായിട്ട് നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. നല്ല നിലമായിട്ട് മാറുക. മേൽ വിവരിച്ച വിശുദ്ധരുടെ ജീവിതം എന്നത് ദൈവവചനം നല്ല നിലത്ത് വീണപ്പോൾ ഉണ്ടായ 100 മേനി ഫലങ്ങളാണ്. ആയതിനാൽ നല്ല നിലമായിട്ട് മാറുവാനുള്ള ചില AI ടൂളുകൾ ഞാൻ പറയട്ടെ. അനുദിനം ബൈബിൾ വായിക്കുക. ദിവസം കുറച്ചു സമയമെങ്കിലും വചനം വായിക്കുക. ഇന്ന് മുതൽ തീരുമാനമെടുക്കുക. കുറച്ചു സമയം വചനം ധ്യാനിക്കുക. വായിച്ച വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. മറിയം ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചതുപോലെ ജീവിതത്തിൽ വചനമായിട്ട് മാറുക. വചനം വെറുമൊരു വായന ആയിട്ട് മാറാതെ നമ്മുടെ പ്രവൃത്തികൾ സ്നേഹമായും കരുണയായും കാരുണ്യമായും വചനം പുറത്തേക്ക് വരണം. വചനമായി നമ്മൾ മാറണം. വചനമായി മാറുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവായിട്ട് മാറുക എന്നതാണ്. കാരണം വചനം ക്രിസ്തുവാണ്. ലൗകികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുമ്പോഴും നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞതും ഏറ്റവും ഫലപ്രദവുമായിട്ടുള്ള ടൂള് ദൈവവചനമാണ്. സങ്കീർത്തകൻ പറയുന്ന പോലെ അവിടുത്തെ വചനം എൻ്റെ പാതകൾക്ക് വെളുക്കും, കാലുകൾക്ക് പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ വരും ദിവസങ്ങളിൽ ബൈബിൾ വെറും ഒരു പുസ്തകമായിട്ട് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാതെ ജീവനുള്ള ദൈവമായി കണ്ട് ദിവസം വചനം വായിച്ച് ധ്യാനിച്ച് ആത്മീയ ഇൻ്റലിജൻസ് ഉള്ള ദൈവമക്കളായിട്ട് നമുക്ക് മാറാം. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരും പ്രത്യേകമായിട്ട് സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.